നുബ്ര വേലിയിലേക്കുള്ള യാത്രയിലാണ്. ഇനിയും ദൂരം ഒരുപാടുണ്ട്. ശരിക്കും നോക്കത്താ ദൂരത്തോളം ഇങ്ങനെ മലനിരകളാണ്. ചെറിയൊരു ഗ്രാമം താഴെ കാണാം. അത് ആ ഒരു നദിക്കരയിലായിട്ടാണ് ആ ഗ്രാമം രൂപപ്പെട്ടിരിക്കുന്നത്. റോഡിങ്ങനെ താഴേക്ക് വളഞ്ഞും തിരിഞ്ഞും ഇറങ്ങിപ്പോകുന്നു. ഓരോ സ്ഥലത്തും മലകൾക്ക് പല പ്രകൃതമാണ്. ചില സ്ഥലങ്ങളിൽ മലനിരകൾക്ക് നിറം തന്നെ വ്യത്യാസമാണ്. പിങ്ക് കളറുള്ള, ഇളം പിങ്ക് കളറുള്ള മലനിരകൾ വരെയുണ്ട്. ഞങ്ങൾ ആ നദിയെ ക്രോസ് ചെയ്ത് അപ്പുറത്തിറങ്ങി അപ്പുറത്തെ മലനിരകളിലേക്ക് കയറുകയാണ്. ഈ മലനിരകളിലുണ്ടാകുന്ന നിറവ്യത്യാസം എന്ന് പറഞ്ഞാൽ അതിലെ ആ മലകളിലെ മണ്ണിലടങ്ങിയിരിക്കുന്ന ധാതുക്കളുടെ വ്യത്യാസമാണ്. അതാണ്, അതിൽ കണ്ണുവെച്ചാണ് ചൈന ഈ സ്ഥലത്തിന് വേണ്ടി നിരന്തരം പ്രശ്നമുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ മേഖല ഷെഡ്യൂൾ 6 പെടുത്തണമെന്നാണ് ഈ മേഖലയിൽ താമസിക്കുന്ന ആൾക്കാരുടെ ആവശ്യം. ചെറിയ പ്രക്ഷോഭങ്ങളും ലേയിലും ലഡാക്കിലും ഒക്കെ നടക്കുന്നുണ്ട്. കാരണം ഷെഡ്യൂൾ 6 ഈ മേഖല കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് മേഖലകളിൽ ഉള്ള ആൾക്കാർക്ക് ലഭിക്കുന്നത് പോലുള്ള ആനുകൂല്യങ്ങൾ കിട്ടും. അതുപോലെ തന്നെ ഈ മലനിരകളൊക്കെ സംരക്ഷിക്കപ്പെടുകയും ചെയ്യും. പക്ഷേ നമ്മളിതുവരെ അത് ചെയ്യാൻ തയ്യാറായിട്ടില്ല. കാര്യം ഈ മേഖലകളിലുള്ള ധാതുക്കൾ അതിൽ നമുക്കും നോട്ടമുണ്ട്. പിന്നെ ഇത് നമ്മുടെ മണ്ണ് തന്നെയാണ്, ഇന്ത്യയുടെ ഭാഗം തന്നെയാണ്. അപ്പുറത്തെ വശത്തെ മലനിരകളിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ നദി ക്രോസ് ചെയ്ത് നമ്മൾ അടുത്ത മറുവശത്തുള്ള മലനിരകളിൽ മുകളിലേക്ക് കയറി പോവുകയാണ് ഇപ്പോൾ. അവിടെ ചില വീടുകളൊക്കെ കാണാം.
PROയുടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പണിയുന്ന യന്ത്രങ്ങളും അതിൽ ജീവനക്കാരെയൊക്കെ ഈ റോഡ് സൈഡിൽ കാണാം. കുറച്ചൊരു പച്ചപ്പുള്ള ഏരിയയാണിത്. കുറച്ച് കുറ്റിച്ചെടികളും പുല്ലും ഒക്കെ ഉള്ള ഏരിയ. റോഡ് പണി വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ഇലക്ട്രിസിറ്റി കടന്നു വരുന്ന കമ്പികളും പോസ്റ്റുകളും ഒക്കെ താഴേന്ന് തന്നെ. ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് ഖാർത്തൂം എന്ന വില്ലേജിലാണ്. നേരത്തെ നമ്മൾ കയറി ചെന്നത് ഖാർത്തൂം പാസിലാണ്. ഇതാണ് ഖാർത്തൂം എന്ന് പറയുന്ന വില്ലേജ്. പച്ചപ്പ് കാണാൻ അതൊരു ഭംഗി തന്നെയാണ്. പ്രത്യേകിച്ച് ഇതുപോലെ ഉള്ള ചെടികളോ മരങ്ങളോ ഒന്നും വളരാത്ത ഒരു റേഞ്ചിൽ, മലനിരകളിൽ. ഈ ഖാർത്തൂം എന്ന സ്ഥലത്ത് ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. അവിടെ നിന്ന് ആ ചായക്കടയുടെ പുറകുവശത്തുള്ള ദൃശ്യമാണിത്. നമ്മളിപ്പോൾ കണ്ട ആ പച്ചപ്പ്, ആ പച്ചപ്പിൻ്റെ പുറകിൽ യാതൊരു വിധത്തിലുള്ള ചെടികളും വളരാത്ത മലനിരകളും. ഇതൊക്കെ കാണണമെങ്കിൽ നമ്മൾ ലഡാക്കിൽ തന്നെ പോയാലേ കാണാനൊക്കെ. ഇതൊരു പ്രത്യേക സൗന്ദര്യം തന്നെയാണ് ഇതിന്. മുകളിൽ മഞ്ഞുമലകൾ, ഞങ്ങൾ ഖാർത്തൂമിൽ നിന്നും യാത്ര തിരിച്ചു. എങ്ങോട്ട് നോക്കിയാലും മലനിരകളാണ്.
അതിൻ്റെ നടുക്കൂടി ഒരു നദി ഒഴുകി വരുന്നു. ആ കാണുന്ന മലനിരകളിൽ ഒരു മലനിരയ്ക്ക് കറുത്ത നിറമാണ്. അതെന്തോ ധാതുക്കളൊക്കെ ഉള്ള, നമ്മുടെ ഇവിടുത്തെ കരിമണൽ പോലെ എന്തോ ധാതുക്കളൊക്കെ ഉള്ള മലയാണെന്ന് തോന്നുന്നു. അതിനപ്പുറത്ത് നമ്മുടെ അടുത്ത് ചെളി നിറത്തിലുള്ളൊരു കുറച്ച് ഭാഗം. ഇപ്പോൾ വീണ്ടും മലനിരകളുടെ നിറം മറ്റൊരു ഇതിലായി. ഒരു പീഠഭൂമി പോലെ കാണുന്നു. ഇത് മണ്ണ് വെട്ടിയെടുത്തതാണോ അതോ ഇങ്ങനെ തന്നെയാണോ എന്നുള്ളത് അറിയില്ല. നുബ്ര വാലിയിലേക്ക് ഇനിയും ഒരുപാട് ദൂരമുണ്ട്. ഈ മലകളെല്ലാം ഇറങ്ങിത്തീരണം, എന്നാലേ ആ വാലിയിലെത്തുള്ളൂ. ഈ വീഡിയോ അപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ്.